വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് രാവിലെ വന്നത്. കൊച്ചി പനമ്പള്ളി നഗറിൽ ഒരു ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് നവജാത ശിശുവിനെ പുറത്തേക്കെറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് വരുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു CCTV വഴി. വിനീത വിജി ഈ പനമ്പള്ളി നഗറിലുണ്ട്. വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യം മറച്ചാണ് നമ്മൾ സംപ്രേഷണം ചെയ്തതെങ്കിൽ പോലും കുഞ്ഞിനെ ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞതാണെന്നാണല്ലോ പോലീസിൻ്റെ ഭാഷ്യം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും SKN പോലീസ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞതാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളിൽ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് കുഞ്ഞിനെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നത്. ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ കയറി പോലീസ് അവിടെയുള്ള ആളുകളുടെയൊക്കെ തന്നെ വിവരങ്ങൾ പോലീസ് തേടുകയാണ്. കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ആ ഭാഗത്തേക്ക് മറ്റുള്ള യാത്രക്കാരെയൊക്കെ ഫ്ളാറ്റിനുള്ളിൽ പ്രവേശിപ്പിക്കാത്ത തരത്തിൽ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാറ്റിലുള്ള ആർക്കും പുറത്തേക്ക് ഇറങ്ങാനോ മറ്റോ പോകാനോ കഴിയാത്ത നിലയിലാണ് പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ആരാണ് ഈ താഴേക്ക് എറിഞ്ഞതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയിരിക്കുന്നത്. ഇത് ഫ്ളാറ്റിലുള്ളവരാണോ എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു നവജാത ശിശുവിന്റെ മൃതദേഹമാണ്, ആൺകുഞ്ഞാണ് അത്. ഈ കുഞ്ഞിനെ നിലത്തേക്ക് എറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്നു. അത് വീണൊരൽപ്പം സമയത്തിനകം തന്നെ ആ ഭാഗത്തേക്കൊക്കെ തന്നെ രക്തം ഇങ്ങനെ തളം കെട്ടുന്നു. തുടർന്ന് പനമ്പള്ളി നഗറിലേക്കും മറ്റും രാവിലെ എത്തിയ ആളുകളാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചതാകാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇത് ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഈ മേഖലയിൽ ഉപേക്ഷിച്ചതാണോ എന്ന് അറിയുന്നതിനും മറ്റുമായി പോലീസ് ഈ മേഖലയിലുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച ചില പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇതിനെ കേന്ദ്രീകരിച്ചാണ് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധനയും നടക്കുന്നത്. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ നിന്ന് വന്നത്. ഒരു ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് കൊലപാതകത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഈ അമ്മത്തൊട്ടിൽ എന്നൊരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് പ്രേക്ഷകർക്കറിയാം. നമുക്ക് കുഞ്ഞിനോട് താല്പര്യമില്ല, കുഞ്ഞിനെ നമുക്ക് ഉപേക്ഷിക്കണമെന്ന് തോന്നുന്ന നിമിഷം ഈ അമ്മത്തൊട്ടിലിൻ്റെ വരാന്തയിൽ അതിനായുള്ള സൗകര്യമുണ്ട്. അവിടെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആരെങ്കിലും ആ കുഞ്ഞിനെ വളർത്തിക്കോളും. അങ്ങനെ ഒരു നല്ല ചിന്ത ആളുകൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് വിശ്വാസം. ചില പ്രേക്ഷകരൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ CBSE പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കില്ലേ? CBSE പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് വന്ന വാർത്ത ഫേക്കാണ്, തെറ്റാണ്, വസ്തുതാവിരുദ്ധമാണ് എന്ന് CBSE അറിയിക്കുന്നു. ആ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന തീയതി CBSE പിന്നീട് അറിയിക്കുമെന്നാണ് സൂചന. അപ്പോൾ അതിനകത്ത് ഇനി ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഫലപ്രഖ്യാപനം ഉണ്ടാകില്ല. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് 42 സെക്കൻഡും. പനമ്പള്ളി നഗറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാട്ടുകാർ സൂചന നൽകുന്നു. അല്ലല്ല, ഞാൻ ഡ്രൈവറാണ്. എന്തോ ഇത് എപ്പോഴാണ് കണ്ടത്? 8:20 8:20 എന്താണ് കണ്ടത്? എന്തായിരുന്നു? റോഡിൽ കിടക്കുന്നുണ്ട്, കുഞ്ഞും കവറും കൂടെ. നിങ്ങളാണ് പോലീസിൽ? അതെ അതെ, പോലീസ്. അതൊന്നും അറിയില്ല, അതൊന്നും കണ്ടില്ല. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച സ്ഥലത്ത് ഈ കാർ ഉണ്ടായിരുന്നു അതോ? ഇല്ലില്ല, കാറ് സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന. ഇപ്പുറത്തെ സൈഡിൽ ഇത് CCTV കാണുന്ന, വീഡിയോയിൽ കാണുന്ന മോളിൽ നിന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഇല്ല ഇല്ല, അത് സംശയിക്കാൻ പറ്റില്ല. അവരെ ഇടുന്നൊന്നും ഞാൻ കണ്ടുമില്ല. ഇടുന്നത് ഈ സൈഡിൽ നിന്നാണ് കാണുന്നത്. വണ്ടി അപ്പുറത്തുനിന്നാണ്. ഫ്ളാറ്റിന് മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നത് അതൊന്നും കണ്ടില്ല. റോഡിൽ കിടക്കണ കണ്ടോ? റോഡിൽ കിടക്കുന്നതാണ്. എന്തോ അങ്ങനെയായിരിക്കണം. ഒരു ദിവസം എന്റെ ജിതിൻ SKN ഇപ്പോൾ ഇത് കണ്ട ആളാണ് നമ്മളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം കുഞ്ഞിനെ റോഡിൽ നിന്ന് കണ്ടു, ഇങ്ങനെ റോഡിൽ കിടക്കുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു. മറ്റ് ഇവിടെ രാവിലെയൊക്കെ എത്തിയ ആളുകളൊക്കെയാണെന്ന് തോന്നുന്നു. ബാക്കി 2-3 പേര് അന്നേരം വന്നു. 2-3 പേര് വന്നു. പിന്നെ അവര് സംസാരിച്ചു. പിന്നെ പോലീസിനെ വിളിച്ചു, അവര് വന്നു.
മുൻ കൌൺസിലർ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഈ ഫ്ളാറ്റിലുള്ള ആരെങ്കിലും തന്നെയാണോ കുഞ്ഞിനെ? ഫ്ളാറ്റില് 21 ഫ്ളാറ്റുകളാണ് അതിന്റെ അകത്തുള്ളത്. അതിലൊരു 3 ഫ്ളാറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന അനുസരിച്ചാണെങ്കിൽ മുകളിൽ നിന്ന് വീണായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ട്. അത് പക്ഷേ ഇവിടെ പരിശോധിച്ച് ഇപ്പൊ ഇവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശാവർക്കർ വന്നു, അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ലിസ്റ്റിൽ ആരും ഇല്ല. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഇട്ടാന്ന സംശയത്തിൽ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും കൃത്യമായ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. കുഞ്ഞിനെ മുകളിൽ നിന്ന് എറിഞ്ഞ് വീഡിയോയിൽ കാണുന്ന കുഞ്ഞു മുകളിൽ നിന്ന് ഒരു പാർസൽ സർവീസിന്റെ ഒരു കവറില് കുഞ്ഞിന്റെ ബോഡിയായിട്ട് ഇല്ല കവറിന്റെ അകത്ത് വന്ന് വീണായിട്ട് കാണുന്നത്. വീണ് കഴിഞ്ഞപ്പോ കുഞ്ഞ് പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇതായി. അങ്ങനെയാണ് ഈ പുള്ളി കാണുന്നത്. പുള്ളി ഇപ്പൊ പുറത്തേക്ക് അറിയിച്ചു, ഞങ്ങളെ വിളിച്ചു. അങ്ങനെയാണ് സംസാരിച്ച് പോലീസ് എത്തുന്നത്. അല്ലാന്ന് അവര് ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ അതിന്റെ അകത്ത് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്താലാണ് ചാൻസ് കൂടുതൽ. എസ് ഇത്തരത്തിലേക്കാണ് അവർ പറയുന്നത്. ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഈ ഫ്ളാറ്റിനുള്ളിലാണുള്ളത്. ഈ ഇവരുടെ ആരുടെയെങ്കിലും കുഞ്ഞാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ചിരുന്നു. പക്ഷേ അവരുടേതല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലെ ചില ഫ്ളാറ്റുകളിലൊന്നും തന്നെ ആളുകൾ താമസം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ എത്തി ആ കുഞ്ഞിനെ ഇങ്ങനെ ഇത്തരത്തിലേക്ക് ഉപേക്ഷിച്ചതാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനം കൂടിയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലേക്കും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ആശാവർക്കർ ഉൾപ്പെടെയുള്ളവർ എത്തി ഈ ഫ്ളാറ്റിലുള്ളവരുടെയൊക്കെ തന്നെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ഉള്ള കുഞ്ഞാണോ ഇത് എന്ന തരത്തിലൊക്കെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നത്. പക്ഷേ അവരുടേതല്ല എന്നാണ് പറയുന്നത്. അല്പസമയം മുൻപ് നമ്മളോട് ചേർന്ന ഒരാൾ ഇത് നേരിട്ട് ഈ റോഡിൽ കുഞ്ഞ് കിടക്കുന്നത് കണ്ട ആളാണ്. അദ്ദേഹമാണ് ഇത് കാണുകയും പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ അനന്തു ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പുറത്ത് ഈ ഫ്ളാറ്റിന് നേരെ താഴ്വശത്തേക്കായി ഇപ്പോൾ ഒരു കറുത്ത കവർ കൊണ്ട് അതിങ്ങനെ മൂടിയിരിക്കുകയാണ്. ഈ ഭാഗത്തേക്കാണ് കുഞ്ഞ് വീണത്. ഇവിടെ നിന്നാണ് ആ ഭാഗത്തേക്ക് കുഞ്ഞ് വീഴുന്നതാണ് നമുക്ക് നമ്മുടെ CCTV ദൃശ്യങ്ങളിൽ ലഭ്യമായിരിക്കുന്നത്. ആ ഭാഗമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. തുടർന്ന് കുഞ്ഞ് അവിടെ വീഴുകയും അവിടെ നിന്ന് ഈ സമീപമുള്ള ആളുകൾ അത് കാണുകയും അവരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഓക്കെ, നമുക്കൊപ്പം ചേർന്ന് വിനീത വിജയാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത്. ഒരു ഉയർന്ന ഒരു പലനില ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു നവജാത ശിശുവിനെ താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.